പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ കുവൈറ്റ് സന്ദർശനം തുടരുകയാണ്. കുവൈത്ത് അമീർ, പ്രധാനമന്ത്രി എന്നിവരുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ കുവൈത്ത് സഹകരണ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. കുവൈത്ത് അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന്റെ ക്ഷണപ്രകാരമാണ് 43 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കുവൈത്ത് സന്ദർശനം. ഇസ്രയേൽ ഗാസ യുദ്ധവും സിറിയയിലെ അസാദ് ഭരണകൂടത്തിന്റെ പതനത്തിനിടയിലാണ് മോദിയുടെ സുപ്രധാനമായ സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജം തുടങ്ങിയ ഉഭയകക്ഷി ബന്ധത്തിന്റെ മുഴുവൻ വശങ്ങളും കുവൈത്ത് നേതൃത്വവുമായി മോദി അവലോകനം ചെയ്യും. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നതിലുപരി കുവൈറ്റിലെ വലിയ ഇന്ത്യൻ സമൂഹത്തിന് ഈ സന്ദർശനം പല പ്രതീക്ഷകൾ നൽകുന്നതാണ്. കുവൈറ്റിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം ഇന്ത്യക്കാരാണ്. പ്രധാനമന്ത്രി ഗൾഫ് സ്പിക് ലേബർ ക്യാമ്പ് സന്ദർശിക്കുകയും അവരുമായി സംവദിക്കുകയും ചെയ്തിരുന്നു. ക്യാമ്പിലെ 90% നിവാസികളും ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ആശങ്കകളും സന്ദർശനം അഭിസംബോധന ചെയ്യും. രാമായണവും മഹാഭാരതവും അറബിയിലേക്ക് വിവർത്തനം ചെയ്ത അബ്ദുള്ള അൽ ബറൂണിനെയും നരേന്ദ്രമോദി സന്ദർശിച്ചു. UAE, ബഹ്റൈൻ, സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ, കുവൈത്ത് എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന GCC രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താനും സന്ദർശനം വഴിവെക്കുമെന്നാണ് പ്രതീക്ഷ. 2022-23 സാമ്പത്തിക വർഷത്തിൽ GCC രാജ്യങ്ങളുമായി ഇന്ത്യയുടെ വ്യാപാരം $184.46 ബില്യൺ ആയിരുന്നു. കുവൈത്ത് ഇന്ത്യയുടെ 6ാമത്തെ വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരാണ്. കുവൈറ്റിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി ആദ്യമായി $2 ബില്യൺ എത്തിയിരുന്നു. കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ ഇന്ത്യയിലെ നിക്ഷേപം $10 ബില്യൺ കടന്നിരുന്നു. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം കൂടുതൽ ദൃഢമാക്കാനും പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനും വഴിവെക്കുന്നതാണ് ഈ സന്ദർശനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മനു ഭരത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. മനു, പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. ഒന്ന്, 43 വർഷത്തിന് ശേഷമുള്ള ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനം മലയാളികളടക്കമുള്ള നിരവധി ഇന്ത്യക്കാരുടെ പ്രവാസ ജീവിതം നടക്കുന്നിടം. അതുകൊണ്ട് ഈ സന്ദർശനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രവാസികളുടെ ക്ഷേമം എന്നൊരു വലിയ താല്പര്യം കൂടിയുണ്ട്. ഒപ്പം ഇരു രാജ്യങ്ങളുടെയും മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട കരാറുകൾ ഒപ്പുവയ്ക്കാനാണ് സാധ്യത? സജിത്ത്, കുവൈറ്റും ഇന്ത്യയും തമ്മിൽ വലിയ ഒരു വ്യാപാര ബന്ധം തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് $10.47 ബില്യൺ വ്യാപാര ഉഭയകക്ഷി ബന്ധമാണ് ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ളത്. ഇതുകൂടാതെ കുവൈറ്റ് ജനസംഖ്യയുടെ 21% ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികളാണ്. മാത്രമല്ല അവിടുത്തെ തൊഴിൽ വിഭവം നോക്കുകയാണെങ്കിൽ തൊഴിൽ മേഖലയിൽ 30% പണിയെടുക്കുന്നത് ഇന്ത്യക്കാരാണ്. അങ്ങനെ കുവൈറ്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു രാജ്യമാണ്. ഒപ്പം GCCയുടെ നേതൃത്വം വഹിക്കുന്നു എന്നുകൊണ്ട് തന്നെ കുവൈറ്റിൻ്റെ ഇപ്പോൾ ആനുകാലികമായുള്ള പ്രസക്തിയും കൂടുതലാണ്. ഏതായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രവാസികൾക്കിടയിൽ വലിയ ഒരു എന്തൂസിയാസം ഉണ്ടാക്കി എന്നാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. വലിയ ആത്മവിശ്വാസ വർധനവ് ഉണ്ടായി. കാരണം പ്രധാനമന്ത്രി പ്രവാസി ലോകത്തിനോട് പറഞ്ഞൊരു കാര്യം, 4 മണിക്കൂർ കൊണ്ട് ഇന്ത്യയിൽ നിന്ന് കുവൈറ്റിൽ എത്താൻ ഒരു പ്രവാസിക്ക് കഴിയും. പക്ഷേ ഒരു പ്രധാനമന്ത്രിക്ക് വരാൻ 4 പതിറ്റാണ്ടുകൾ എടുക്കേണ്ടി വന്നു. ഏതായാലും ആ മാറ്റം ഇവിടെ തുടങ്ങുകയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ അവിടുത്തെ പ്രവാസികളുടെ പ്രശ്നങ്ങൾ അദ്ദേഹം പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. ഇനി തുടർന്നുള്ള ചർച്ചകളിൽ ഇത് എന്തൊക്കെ തരത്തിൽ പ്രതിഫലിക്കും എന്നാണ് നോക്കിക്കാണേണ്ടത്. കുവൈറ്റ് അമീറുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള പരിഹാരം ഉണ്ടാകും എന്ന കാര്യം ഒന്ന് ശ്രദ്ധേയമാവും. 2, അദ്ദേഹം പ്രധാനമന്ത്രിയുമായും അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അവിടുത്തെ കൊട്ടാരത്തിൽ ഗാർഡ് ഓഫ് ഓണർ മോദി സ്വീകരിക്കും. അത് ഒരു ഔപചാരികമായ ചടങ്ങാണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നിമിഷമാകും. പ്രധാനമന്ത്രിയും അമീറുമായുള്ള ചർച്ചകൾക്ക് ശേഷം പിന്നീട് ചില നിർണായകമായ കരാറുകൾ ഒപ്പുവെക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുന്ന തരത്തിൽ ഉള്ള ഒരു കരാറായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ പരസ്പരം ഈ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപാടുകൾ ഉണ്ടാകും എന്ന് കരുതാം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ആയുർവേദത്തിൻ്റെ പ്രാധാന്യം പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. മാത്രവുമല്ല കുവൈറ്റിൽ നിന്ന് സുഹൃത്തുക്കളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരൂ, നല്ല ഭക്ഷണം കൊടുത്ത് അവർക്ക് ഇന്ത്യയുടെ മഹത്വം മനസ്സിലാക്കി കൊടുക്കൂ എന്നൊക്കെ പ്രധാനമന്ത്രി അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള ധാരണകൾ ഉണ്ടാകും എന്ന് കണക്കാക്കാം. കൂടുതൽ നിക്ഷേപം ആ മേഖലകളിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമം പ്രധാനമന്ത്രി നടത്തിയിരുന്നു. അത് എത്രമാത്രം വിജയം കാണുന്നു എന്നത് ഇപ്പോൾ ഈ കരാറുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒപ്പം മെഡിക്കൽ ടൂറിസം
പ്രത്യേകിച്ച് കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകമാണ് മെഡിക്കൽ ടൂറിസം, ആയുർവേദ ടൂറിസം. ആ മേഖലയിൽ എന്തൊക്കെ തരത്തിലുള്ള പുതിയ നീക്കങ്ങൾ ഉണ്ടാകും എന്നത് മാത്രമല്ല, ഇന്ത്യ ഇപ്പോൾ പ്രധാനമായി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ നൈപുണ്യ വികസനം, സ്കിൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ ഇന്നൊവേഷൻ, ടെക്നോളജി ട്രാൻസ്ഫർ, ഇത്തരം വിഷയങ്ങളിൽ എന്തൊക്കെ കൂടുതൽ നേട്ടങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാക്കാൻ കഴിയും. ഒരു ഉൽപാദക ഹബ്ബ് എന്ന രീതിയിൽ ഇന്ത്യയെ മാറ്റുമ്പോൾ എത്രമാത്രം വിഭവങ്ങൾ കുവൈറ്റിലേക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ധാരണകൾ ഉണ്ടാകും. അങ്ങനെ ഒരു മികച്ച സൗഹൃദം എന്നതിനപ്പുറത്തേക്ക് വ്യാപാര ബന്ധം അടിത്തറയിട്ടുകൊണ്ടുള്ള ഒരു നീക്കത്തിന് കൂടിയായിരിക്കും പ്രധാനമന്ത്രി ഈ ഇന്നത്തെ സന്ദർശനം ഭാഗം വിനിയോഗിക്കുക. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും പ്രധാനമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനം വലിയ പ്രതീക്ഷകളാണ് പ്രവാസികൾക്ക് നൽകുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിടുന്ന കരാറുകൾ അത് ഇരു രാജ്യങ്ങളുടെ വികസനത്തിലും അങ്ങേയറ്റം നിർണായകമാണ്.